പ്രവർത്തകനെ ഭീകരർ വെടിവെച്ചു കൊന്നു. സാമൂഹ്യ പ്രവർത്തകനായ ഗുലാം റസൂലാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ കശ്മീരിൽ ഭീകരർക്കെതിരായ നടപടി തുടരുകയാണ്. ബന്ദിപ്പോറയിൽ ജമീൽ അഹമ്മദ് ഗോജ്രി എന്ന ഭീകരന്റെ വീടുകൂടി തകർത്തു. അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുകയാണ്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും കാശ്മീരിൽ ഭീകരർക്കെതിരായ നടപടി തുടരുമ്പോഴും ഭീകരരുടെ ആക്രമണങ്ങളും അവിടെ തുടരുന്നു എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും ഒടുവിലായി പുറത്തേക്ക് വരുന്നത് ഒരു സാമൂഹിക പ്രവർത്തകനെ ഭീകരർ വെടിവെച്ചു കൊന്നു എന്നുള്ളതാണ്. കുപ്വാരയിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. കുപ്വാരയിലുള്ള റസൂൽ ഗുലാം റസൂൽ മാഗ്രയാണ് വെടിവെച്ച് കൊന്നത്. ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഖാന്തി ഖാസിലുള്ള വീട്ടിലെത്തിയാണ് ഭീകരർ ഈ ഗുലാമിനെതിരെ വെടിയുതിർത്തത്. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. ഏതായാലും എന്താണ് ആക്രമണത്തിന്റെ കാരണം എന്നുള്ള കാര്യം വ്യക്തമല്ല. ആരാണ് കൃത്യമായി ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യവും വ്യക്തമായിട്ടില്ല. ഏതായാലും അന്വേഷണം ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. ഏതായാലും പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ ശേഷം ആദ്യമായി ഒരു ഭീകരരുടെ ഭാഗത്ത് നിന്ന് ഒരാളുടെ കൂടി ജീവനെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കാശ്മീരിൽ ഉണ്ടായിട്ടുള്ളത്. കുപ്വാര സ്വദേശിയായ ഗുലാം റസൂലിനെയാണ് ഭീകരർ വധിച്ചിട്ടുള്ളത്. അതേസമയം ഭീകരർക്കെതിരായുള്ള നടപടി സൈന്യവും പ്രാദേശിക ഭരണകൂടങ്ങളും ശക്തമായി തന്നെ തുടരുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭീകരരുടെ വീടുകൾ സജീവമായി തന്നെ സൈന്യം തകർത്തിരുന്നു. ഇന്നിപ്പോൾ 2 പേരുടെ വീടുകൾ കൂടി തകർത്തിരിക്കുകയാണ് സൈന്യം. അത് ഒന്ന് കുപ്വാരയിലുള്ള ലഷ്കർ ഭീകരൻ ഫറൂഖ് അഹമ്മദിന്റെ വീടാണ് തകർത്തത്. അതിനുശേഷം ഒടുവിലായി തകർത്തിട്ടുള്ളത് ബന്ദിപ്പോറയിലാണ്. ബന്ദിപ്പോറയിലെ ജമീൽ അഹമ്മദ് എന്ന ഭീകരന്റെ വീടാണ് ഇപ്പോൾ സൈന്യം ബോംബിട്ട് തകർത്തത്. അങ്ങനെ 48 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് 7ഓളം ഭീകരരുടെ വീടുകളാണ് സൈന്യവും അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടവും കൂടി തകർത്തിട്ടുള്ളത്. അങ്ങനെ ഭീകര വിരുദ്ധ നടപടികൾ കാശ്മീരിൽ സജീവമായി തന്നെ ഇപ്പോൾ സൈന്യവും തുടരുകയാണ്. അതിനിടയിലാണ് ഈ ഒരു സാമൂഹ്യ പ്രവർത്തകനെ വെടിവെച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കുപ്വാരയിലെ ഗുലാം റസൂലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ ഈ കൊലപ്പെടുത്തിയ ആളുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഇപ്പോൾ ഊർജിതമായി തന്നെ തുടരുകയാണ്. അതുപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചു ഭീകരർക്കായുള്ള തെരച്ചിലും സൈന്യം ശക്തമായി തന്നെ തുടരുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ വീടുകൾ തകർക്കുന്ന നടപടികളിലേക്ക് പോകുന്നത്. അതിശക്തമായ നടപടികൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആന്റണി, പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം അടക്കം തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഉറി ഡാം തുറന്നു വിടുന്നത്. ഇന്ത്യയുടെ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും ഇതിലെ വെള്ളം പോകുന്നത് പാക് അധീന കാശ്മീരിലേക്കാണ്. ഈ വെള്ളം തുറന്നു വിട്ടതോടുകൂടി ഈ മേഖലയിൽ വലിയ രീതിയിൽ വെള്ളം ഉയർന്നു എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. കൊഹല, ദാൽകോട്ട് തുടങ്ങിയ സ്ഥലങ്ങൾ ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ കൃഷി അടക്കം തകരുകയും ചെയ്തിട്ടുണ്ട്. കാശ്മീർ ഈ സിന്ധു നദീ ജലകരാർ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യ മറ്റൊരു ശക്തമായ നടപടികളിലേക്ക് പോയത്. ഏതായാലും അവിടെ ഈ സിന്ധു നദീ ജല കരാർ റദ്ദാക്കിയതിന് പിന്നാലെ ഈ പാക് അധീന പഞ്ചാബിലടക്കം വെള്ളം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതേസമയം ഇവിടെ ഉറിയിൽ ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്ന് വിട്ടുള്ള ഒരു തിരിച്ചടിയാണ് പാകിസ്ഥാന് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. വലിയ നാശം ആ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് പാക് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഈ സിന്ധു നദീ ജല കരാറിൽ പറയുന്ന ഒരു ഡാം കൂടിയാണ് ഉറി. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഇത് റദ്ദാക്കിയ സാഹചര്യത്തിൽ, കരാർ മരവിപ്പിച്ച സാഹചര്യത്തിൽ ഇത് ഡാം തുറക്കുന്ന കാര്യം പാകിസ്ഥാനെ നേരിട്ട് അറിയിക്കേണ്ടതില്ല, മുൻകൂട്ടി അറിയിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ കരാറിലുള്ളത്. അതുകൊണ്ട് തന്നെ ആണ് ഈ വലിയ തിരിച്ചടി പാകിസ്ഥാന് ഇതുമായി ബന്ധപ്പെട്ട ഉറിയിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഏതായാലും അവിടെ ജനങ്ങളെ അടക്കം മാറ്റിപ്പാർപ്പിച്ചു എന്നാണ് പാക് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉറി ഡാം തുറന്നു വിട്ടുള്ള ഇന്ത്യയുടെ അടുത്ത നടപടി എന്നുള്ളത്. ഏതായാലും പാകിസ്ഥാനെ പല വിധത്തിലുള്ള പാകിസ്ഥാനെതിരായ നടപടികൾ ഇന്ത്യ തുടരുകയാണ്. അതേസമയം അതിർത്തിയിൽ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ പ്രകോപനം ഇന്നും തുടരുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇത് 3-ാം ദിവസമാണ് ഇത്തരത്തിൽ അതിർത്തി മേഖലയിൽ നിയന്ത്രണ രേഖയിൽ വ്യാപകമായി ഈ പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത്. തിരിച്ച് ഇന്ത്യയും തിരിച്ചടി കൃത്യമായി തന്നെ പാകിസ്ഥാന് നൽകുന്നുണ്ട്. ഈ 3 ദിവസങ്ങളിലും രാത്രിയോടുകൂടി ഈ വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് അതിർത്തിയിൽ നിന്ന് വരുന്ന വിവരം. ഏതായാലും ശക്തമായ തിരിച്ചടി ഇന്ത്യ അവിടെയും നൽകുന്നുണ്ട്.
ഏതായാലും വെടിനിർത്തൽ കരാർ നിർത്തലാക്കുന്ന കാര്യവും ഇന്ത്യ സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വീണ്ടും സജീവമായി തന്നെ അതിർത്തിയിൽ വീണ്ടും സംഘർഷ സാധ്യതയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല എന്നുള്ളതാണ് മറ്റു വാർത്തകൾ. ശരി. ഇടവേള. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസൻസ് കർഷകരുടെ പങ്കാളിത്തത്തോടെ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്ട്സ്, സ്ത്രീകളുടെ ആരോഗ്യത്തിനായി ഹെർബൽ സാനിറ്ററി നാപ്കിൻ, ഗ്രീൻ പാഡ്, പൂർണ്ണമായും സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോം കെയർ പ്രൊഡക്ട്സ്, എക്കോ ഹാർവെസ്റ്റ്, നാളികേര ഉൽപ്പന്നങ്ങൾക്കൊപ്പം പ്രകൃതിദത്തമായ ഭക്ഷ്യോൽപ്പന്നങ്ങളുമായി കേരാടെക്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. My Choice